ഹായ്, നമുക്ക് ലഭിക്കാൻ അവകാശമുള്ള ഇൻഷുറൻസുകളെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പേർ ചോദിച്ചത് ATM കാർഡിലൂടെ ലഭിക്കുന്ന ഇൻഷുറൻസിനെ പറ്റിയാണ്. പലരും വിചാരിക്കുന്നത് ഇതൊരു തട്ടിപ്പാണെന്നാണ്. എന്നാൽ സത്യം അതല്ല. ഇത് ബാങ്കുകൾ നൽകുന്ന നിയമപരമായ ഒരു സേവനമാണ്. കൃത്യമായ അറിവില്ലാത്തത് കൊണ്ട് മാത്രം ലക്ഷക്കണക്കിന് രൂപയാണ് സാധാരണക്കാർക്ക് നഷ്ടമാകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇത് എങ്ങനെ സ്വന്തമാക്കാമെന്ന് വിശദമായി നമുക്ക് നോക്കാം. ഇത് ശരിക്കും ലഭിക്കുമോ? അതെ, ഇത് ശരിക്കും ലഭിക്കും. ഇതിനെ കോംപ്ലിമെന്ററി കാർഡ് ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നു. നിങ്ങളൊരു ഡെബിറ്റ് കാർഡ് കൈപ്പറ്റുമ്പോൾ തന്നെ ബാങ്ക് ഒരു ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് നിങ്ങൾക്ക് ഈ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. ഇതിനായി നിങ്ങൾ പ്രത്യേകം പ്രീമിയം ഒന്നും അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി ആർക്കൊക്കെ ലഭിക്കും? പ്രധാന നിബന്ധനകളാണ്. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. പ്രധാനമായും 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ആക്റ്റീവ് കാർഡ് അപകടം നടക്കുന്നതിന് മുൻപുള്ള 45 അല്ലെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ ആ കാർഡ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ഇടപാട് നടത്തിയിരിക്കണം. ബാങ്ക് അനുസരിച്ച് ഇത് മാറ്റം വരാം കേട്ടോ. അത് പണം പിൻവലിക്കലോ കടകളിൽ സ്വൈപ്പ് ചെയ്യലോ ഓൺലൈൻ ഷോപ്പിംഗോ ആകാം. അടുത്തത് കാർഡിന്റെ ടൈപ്പ്. നിങ്ങളുടെ കൈവശമുള്ള കാർഡ് ഏതാണെന്ന് നോക്കുക. സാധാരണ ക്ലാസിക് കാർഡിനേക്കാൾ പ്ലാറ്റിനം, സിഗ്നേച്ചർ കാർഡുകൾക്ക് ഇൻഷുറൻസ് തുക കൂടുതലായിരിക്കും. ഇനി ഇൻഷുറൻസ് തുക എത്ര ലഭിക്കും? നിങ്ങളുടെ കാർഡിന്റെ മൂല്യമനുസരിച്ച് തുക മാറിക്കൊണ്ടേയിരിക്കും. സാധാരണ കാർഡുകൾ 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ലഭിക്കും. പ്രീമിയം കാർഡുകൾ, അതായത് പ്ലാറ്റിനം, സിഗ്നേച്ചർ തുടങ്ങിയവ 2 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ ലഭിക്കും. രൂപേ കാർഡുകൾ 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ ലഭിക്കും. ഇത് ബാങ്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം കേട്ടോ. എങ്ങനെ ക്ലെയിം ചെയ്യാം? അപേക്ഷിക്കുന്ന രീതി പറയാം കേട്ടോ. അപകടത്തിൽ മരണമോ അല്ലെങ്കിൽ പൂർണ്ണമായോ വൈകല്യമോ സംഭവിച്ചാൽ നോമിനി ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. 1. ബാങ്കിനെ അറിയിക്കുക. അപകടം നടന്ന് നിശ്ചിത ദിവസത്തിനുള്ളിൽ, സാധാരണ 30 മുതൽ 90 ദിവസത്തിനകം ബാങ്ക് ബ്രാഞ്ചിൽ ചെന്ന് വിവരം അറിയിക്കുക. മരണം സംഭവിച്ചാൽ നോമിനിക്കോ നിയമപരമായ അവകാശിക്കോ ഇത് ചെയ്യാം. അടുത്തത് അപേക്ഷാ ഫോം. ബാങ്കിൽ നിന്ന് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് ക്ലെയിം ഫോം ആവശ്യപ്പെടുക. മിക്ക ബാങ്കുകളുടെയും വെബ്സൈറ്റിൽ ഇത് ലഭ്യമാണ്. കൃത്യതയോടെ പൂരിപ്പിക്കുക. അടുത്തത് രേഖകൾ സമർപ്പിക്കുക. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകൾ നേരിട്ടോ സ്പീഡ് പോസ്റ്റ് വഴിയോ നൽകി ഒരു അക്നോളജ്മെന്റ് കൈപ്പറ്റുക. സാധാരണ 30 മുതൽ 60 ദിവസത്തിനുള്ളിൽ തുക അക്കൗണ്ടിലേക്ക് എത്തും. അടുത്തത് ആവശ്യമായ രേഖകൾ. ക്ലെയിം തള്ളപ്പെടാതിരിക്കാൻ ഇനി പറയുന്ന രേഖകൾ നമ്മൾ നിർബന്ധമായും കൊടുക്കണം. 1. പൂരിപ്പിച്ച ക്ലെയിം ഫോം. 2. മരണ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ അല്ലെങ്കിൽ അറ്റസ്റ്റ് ചെയ്തത്. 3. അപകടം നടന്ന ഉടൻ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIRന്റെ കോപ്പി. 4. മരണകാരണം വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 5. ഹോസ്പിറ്റൽ രേഖകൾ. 6. മരിച്ചയാളുടെ ഒറിജിനൽ ATM കാർഡും ബാങ്ക് പാസ്ബുക്കും. 7. ഇത് പ്രധാനപ്പെട്ടതാണ്, അപകടത്തിന് മുൻപുള്ള 90 ദിവസത്തിനുള്ളിൽ കാർഡ് ഉപയോഗിച്ചതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. 8. നോമിനിയുടെ ആധാർ, പാൻ കാർഡ്, ക്യാൻസൽ ചെയ്ത ചെക്ക്. ഇനി ശ്രദ്ധിക്കേണ്ട ചില വിട്ടുപോകുന്ന കാര്യങ്ങൾ. നോമിനി അപ്ഡേറ്റ്. അക്കൗണ്ടിൽ നോമിനി വെച്ചിട്ടില്ലെങ്കിൽ ക്ലെയിം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാകും കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബാങ്കിൽ നോമിനി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇടപാടുകൾ മറക്കരുത്. ചുരുങ്ങിയത് 3 മാസത്തിൽ ഒരിക്കലെങ്കിലും കാർഡ് ഉപയോഗിച്ച് ഒരു ചെറിയ ഇടപാടെങ്കിലും നടത്തുക. എങ്കിൽ മാത്രമേ ഇൻഷുറൻസ് ആക്റ്റീവായിട്ട് ഇരിക്കുകയുള്ളൂ. ഒന്നിലധികം കാർഡുകൾ. ഒരാൾക്ക് പല ബാങ്കുകളിൽ കാർഡ് ഉണ്ടെങ്കിലും ഏറ്റവും ഉയർന്ന തുകയുള്ള ഒരു കാർഡിൽ നിന്ന് മാത്രമേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ബാങ്കിന്റെ വെബ്സൈറ്റിൽ പോയി ഡെബിറ്റ് കാർഡ് ഇൻഷുറൻസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങളുടെ കാർഡിന്റെ കൃത്യമായ ആനുകൂല്യങ്ങൾ കാണാം. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.